എസ് എസ് ജി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെറ്റ് ഹിസ്റ്ററിയുടെ ഒരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 47 ചോദ്യങ്ങൾ വരെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റായി നടന്ന സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 48ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വീഡിയോസ് കേട്ടറ്റിനായാലും സെറ്റിനായാലും UGC നെറ്റിനും നമ്മളിപ്പോൾ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ UGC നെറ്റിൻ്റെ വീഡിയോസിന് പ്രത്യേക പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ആ വീഡിയോസ് സെറ്റ് ഹിസ്റ്ററി ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നെറ്റ് ഹിസ്റ്ററിയുടെ വീഡിയോസ് കൂടെ കാണുക. വളരെ വൈഡായിട്ടാണ് നമുക്കിപ്പോൾ ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. നെറ്റ് എക്സാമിൽ ചോദ്യങ്ങൾ അതേപോലെ സെറ്റിനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നെറ്റ് വേറെ സെറ്റ് വേറെ എന്ന് ചിന്തിക്കരുത്. ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് നമുക്ക് എവിടെ വരുന്നുണ്ട്, സെറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെറ്റ് ഹിസ്റ്ററി കാണുന്ന കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ PDF ബാച്ചിന് ജോയിൻ ചെയ്യാൻ, സെറ്റ് ഹിസ്റ്ററിയുടെ PDF ബാച്ചിന് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ചെറിയൊരു എമൗണ്ടിനാണ് PDF അവൈലബിൾ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യ ചോദ്യത്തിലോട്ട് പോകാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സെറ്റിൻ്റെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ മാരത്തോൺ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാന്ന് കയറിയിട്ട് നോക്കുക. അപ്പോൾ ആദ്യ ചോദ്യം, ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി, കൽക്കട്ട മുനിസിപ്പൽ ആക്ട്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ, പഞ്ചാബ് ലാൻഡ് അലീനേഷൻ ആക്ട്. ഇത് ഒരു മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. 1905, 1883, 1900, അതുപോലെ 1899. ഇതിൽ എങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്? ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി നടന്നതെന്നാണ്. ഏത് വർഷത്തിലാണ് ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി അല്ലെങ്കിൽ കൽക്കട്ട മുനിസിപ്പൽ ആക്ട് വന്നത്? ഏത് സമയത്താണ്? അല്ലെങ്കിൽ ഏത് റൂളറിൻ്റെ സമയത്താണ്, ഏത് വൈസ്രോയുടെ കാലത്താണ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഇയർ പഠിച്ചു വെക്കാൻ പറ്റും. ഇപ്പം ലോർഡ് കേഴ്സൻ്റെ സമയത്താണ് കൽക്കട്ട മുനിസിപ്പൽ ആക്ട് വന്നത് എന്നുള്ളത് കണക്ട് ചെയ്തിട്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇയർ എപ്പോഴാണ് വരുന്നത്? 1899 മുതൽ 1905 വരെയുള്ള പീരീഡിലാണ് ലോർഡ് കേഴ്സൺ ഇന്ത്യയിൽ എന്താവുന്നത്, വൈസ്രോയി ആവുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇയർ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഏറ്റവും എളുപ്പം നമുക്ക് പറയാൻ സാധിക്കുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? പാർട്ടീഷൻ ഓഫ് ബംഗാളാണ് അല്ലേ. പാർട്ടീഷൻ ഓഫ് ബംഗാൾ വരുന്നത് 1905. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം? C1 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഒന്നേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് അത് മാർക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ C1 വരുന്ന ഓപ്ഷൻ ഏതാണുള്ളത്? B ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ ഏതായിരിക്കും? B ആയിരിക്കും. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ വരുന്നത് 1905. അതുപോലെ ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി വരുന്നത് എപ്പോഴാണ്? ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി വരുന്നത് 1883. എന്തായിരുന്നു ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി? ഇൽബർട്ട് എന്ന് പറയുന്ന ആ ജഡ്ജിൻ്റെ സമയത്ത് നമുക്കറിയാം, ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർക്ക് ട്രയൽ ചെയ്യാം അല്ലെങ്കിൽ അവരുടെ വിചാരണ ചെയ്യാം. അതേസമയം ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ ജഡ്ജിമാർക്ക് ഇത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പം അതുപോലെ ഈ ഇൽബർട്ട് എന്ന് പറയുന്ന ജഡ്ജിയുടെ സമയത്ത് ഇതിനനുവദിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിരുന്നു. അതാണ് ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. ഈ ഇൽബർട്ട് എന്ന് പറയുന്ന ജഡ്ജിയുടെ സമയത്ത് അതിനുള്ളൊരു ഇത്, അല്ലെങ്കിൽ ഇന്ത്യൻ ജഡ്ജിമാർക്ക് ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാം എന്നുള്ള ഒരു ആക്ട് വന്നിരുന്നു. അതാണ് ആ ഒരു ഇതിന് ചൊല്ലിയാണ് ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി എന്ന് പറയുന്ന സംഭവം നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നടന്ന വർഷം എന്ന് പറയുന്നത് എപ്പോഴാണ്? 1883. പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905. അതുപോലെ കൽക്കട്ട മുനിസിപ്പൽ ആക്ട് വരുന്നത് ലോർഡ് കേഴ്സൻ്റെ സമയത്ത് 1899. അതുപോലെ പഞ്ചാബ് ലാൻഡ് അലീനേഷൻ ആക്ട് വരുന്നത് എന്നാണ്? 1900. ഓക്കെ, പഞ്ചാബ് ലാൻഡ് അലീനേഷൻ ആക്ട് വരുന്നത് 1900. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം,
ദ ഖിലാഫത്ത് കോൺഫറൻസ് വാസ് ഹെൽഡ് അറ്റ് കൽക്കട്ട ഇൻ ഫെബ്രുവരി 1920 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ആരുടെ പ്രസിഡൻഷിപ്പിലാണ് 1920 ഫെബ്രുവരി കൽക്കട്ടയിൽ വെച്ച് നടന്ന ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു? 1920 കൽക്കട്ടയിൽ നടന്നിട്ടുള്ള ഫെബ്രുവരിയിലെ ഖിലാഫത്ത് കോൺഫറൻസിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എം.എ. അൻസാരി, മൗലാന ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, സെയ്ദ് ചോട്ടാണി. അപ്പോൾ ആരാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ നേതൃത്വത്തിലാണ്, പ്രസിഡൻഷിപ്പിലാണ് കൽക്കട്ടയിൽ ഫെബ്രുവരിയിൽ 1920 ഫെബ്രുവരിയിൽ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നിട്ടുള്ളത്. ഇയർ നോട്ട് ചെയ്ത് വെക്കുക. ഏത് സെഷനാണ്, മാസം, അതായത് ഫെബ്രുവരിയിലാണോ ഏതാണെന്നുള്ളത് നോട്ട് ചെയ്യുക, വർഷം നോട്ട് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ്, കൊമഗാതമാരു ദ ജപ്പാനീസ് steamer commissioned by Gurdeep Singh aimed to transport the Indian immigrants to. അപ്പം ജപ്പാനീസ് സ്റ്റീമറിൻ്റെ ഇതിൽ ഇന്ത്യൻസിനെ ഇമിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ത്യൻ ഇമിഗ്രേറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് എങ്ങോട്ടായിരുന്നു എന്നാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, കാനഡ. കൊമഗതമാരു ദ ജപ്പാനീസ് സ്റ്റീമർ കമ്മീഷൻ ബൈ ഗുർജീത് സിംഗ് കമ്മീഷൻ ചെയ്തതാണ്. എയിംഡ് ടു ട്രാൻസ്പോർട്ട് ദ ഇന്ത്യൻ ഇമിഗ്രേറ്റ്സ് ടു എവിടേക്കായിരുന്നു? ഇന്ത്യൻ ഇമിഗ്രൻസിനെ കാനഡയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. എവിടേക്കാണ്? കാനഡയാണ് ആൻസറായിട്ട് വരുന്നത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, കാനഡ ഓപ്ഷൻ തന്നിട്ടുണ്ട്. കറക്റ്റ് ഓപ്ഷൻ കാനഡയാണ്. അടുത്തത്, ഡയാർക്കി ഇൻ പ്രോവിൻഷ്യൽ ലെവൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്ട് ഓഫ്. ഏത് ആക്റ്റിലാണ് പ്രോവിൻഷ്യൽ ലെവലിൽ ഡയാർക്കി കൊണ്ടുവരാൻ തീരുമാനിച്ചത്? അല്ലെങ്കിൽ ഏത് ആക്റ്റിലാണ് പ്രോവിൻഷ്യൽ ലെവലിൽ, പ്രാദേശിക തലത്തിൽ ഡയാർക്കി കൊണ്ടുവരാൻ തീരുമാനിച്ചത്? പ്രവിശ്യ തലത്തിൽ ഡയാർക്കി കൊണ്ടുവരാൻ തീരുമാനിച്ചത് 1909, 1919, 1935, 1947. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? 1919 ആക്റ്റാണ്. ആ ആക്ട് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മൊണ്ടേഗു-ചെംസ്ഫോർഡ് ആക്ട്. മൊണ്ടേഗു-ചെംസ്ഫോർഡ് ആക്ട് 1919 മൊണ്ടേഗു-ചെംസ്ഫോർഡ് ആക്ടിലാണ് പ്രോവിൻഷ്യൽ ലെവലിൽ ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യുക. ഈ ഡയാർക്കി എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു വിവരണം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. 1909 ആക്ട് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മിൻറ്റോ മോർലി റിഫോംസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് 1909 ആക്റ്റാണ്. 1935 പ്രത്യേകത എന്താണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നത് 1935. അതാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഏറ്റവും വലിയ മാതൃക ആയതെന്നും, അല്ലെങ്കിൽ അതിൽ ഒരുപാട് പ്രൊവിഷൻസ് ഇതിലെടുത്തിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് നോട്ട് എ മെമ്പർ ഓഫ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനിൽ മെമ്പർ അല്ലാത്ത ഒരാളെയാണ് ചോദിച്ചിട്ടുള്ളത്. ഫസൽ അലി, KM പണിക്കർ, ഹൃദയാനന്ദ് കുൻസ്രു ആൻഡ് CD ദേശ്മുഖ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഫസൽ അലി കമ്മീഷൻ എന്നാണ് ആ ഒരു കമ്മീഷൻ അറിയപ്പെടുന്നത്. അതിൽ മറ്റ് 2 പേര് കൂടെ ഉണ്ടായിരുന്നു, KM പണിക്കരും H കുൻസ്രുവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് നോട്ട് എ മെമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. ആരായിരിക്കും? ഓപ്ഷൻ ഡി, CD ദേശ്മുഖാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനിൽ ഇല്ലാത്ത ഒരാൾ. ബാക്കി 3 പേരും സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനിലുണ്ടായിരുന്നു. അതിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു എന്നുള്ളത് നോട്ട് ചെയ്യുക. എന്നായിരുന്നു അതിൻ്റെ ഒരു ഇയർ? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ഇയറും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ്, ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. പോറ്റി ശ്രീരാമലു, സോമനാഥ് ശർമ്മ, വിനോബ ഭാവെ, ബദ്രുദ്ദീൻ തയ്യബ്ജി. മഗ്സസെ അവാർഡ്, പരംവീര ചക്ര, നാഷണൽ ഫ്ലാഗ് ആന്ധ്രാപ്രദേശ്. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ആരാണ്? പോറ്റി ശ്രീരാമലു. എവിടെയാണ് വരുന്നത്? ആന്ധ്രയിലാണല്ലേ. ഭാഷാടിസ്ഥാനത്തിൽ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്രാപ്രദേശ് രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ട് 52 ദിവസത്തോളം
നിരാഹാരം കിടന്ന് മരിച്ച ആളാണ് ആര്? പോറ്റി ശ്രീരാമലു. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ആന്ധ്രാപ്രദേശുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. A4 വരുന്ന ഓപ്ഷൻ, 2 ഓപ്ഷൻസാണുള്ളത്, എയും സിയും. ഇനി അടുത്തത് വേറെ ഏതാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? വേറെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഡി ഏതാ? ബദറുദ്ദീൻ തയ്യബ്ജി ഏതാണ് വരുന്നത്? നാഷണൽ ഫ്ലാഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആളാണ് ആര്? ബദറുദ്ദീൻ തയ്യബ്ജി. അതുപോലെ വിനോബ ഭാവയെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? വിനോബ ഭാവെ മക്സസെ അവാർഡ് ലഭിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ വേറെ ഏതാണ് വരുന്നത്? സോമനാഥ് ശർമ്മ വരുന്നത് ഏതാണ്? പരം വീരചക്ര. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആൻസർ വരുന്നത്. കറക്റ്റ് ഓപ്ഷൻ എ ആണ് വന്നിട്ടുള്ളത്. പോറ്റി ശ്രീരാമലു ആന്ധ്രാപ്രദേശ്, സോമനാഥ് ശർമ്മ പരംവീര ചക്ര, വിനോബ ഭാവെ മക്സസെ അവാർഡ് ആൻഡ് ബദറുദ്ദീൻ തയ്യബ്ജി നാഷണൽ ഫ്ലാഗ്. ഓക്കെ, നെക്സ്റ്റ്, ദ വേർഡ് മെസപ്പൊട്ടോമിയ മീനിങ് ബിറ്റ്വീൻ റിവേഴ്സ് ഒറിജിനേറ്റഡ് ഫ്രം. ദ വേർഡ് മെസപ്പൊട്ടോമിയ മീനിങ് ബിറ്റ്വീൻ റിവേഴ്സ് എന്ന അർത്ഥത്തിൽ ഈ മെസപ്പൊട്ടോമിയ എന്നുള്ള ടേമിൻ്റെ ഒറിജിനാണ് ചോദിച്ചിട്ടുള്ളത്. ലാറ്റിൻ. ഇതേത് വേർഡാണ്? ലാറ്റിൻ, ഗ്രീക്ക്, പേർഷ്യൻ, ചൈനീസ്. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഗ്രീക്ക് വേർഡാണ്. മെസപ്പൊട്ടോമിയ എന്നുള്ള വാക്ക് മെസോസ് ആൻഡ് പൊട്ടാമസ് എന്ന് പറയുന്ന 2 ഗ്രീക്ക് വേർഡുകളിൽ നിന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, മെസോസ് ആൻഡ് പൊട്ടാമസ് എന്ന് പറയുന്ന 2 ഗ്രീക്ക് വേർഡിൽ നിന്ന്. ബിറ്റ്വീൻ റിവേഴ്സ്, ഏത് നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ? യൂഫ്രട്ടിസ് ആൻഡ് ടൈഗ്രിസ്. അത് മുന്നേ ചോദിച്ചിട്ടുണ്ട്, ഏത് റിവേഴ്സാണെന്ന്. യൂഫ്രട്ടിസ് ആൻഡ് ടൈഗ്രിസ്. ഇനി മെസപ്പൊട്ടോമിയ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് എന്ത് പറയാൻ പറ്റും? അവരുടെ സ്ക്രിപ്റ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്യൂണിഫോം അല്ലേ? ക്യൂണിഫോം എന്നുള്ള ലിപിയാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, ദ പ്രൈമറി യൂണിറ്റ് ഓഫ് ഡെമോക്രാറ്റിക് സ്ട്രക്ചർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ക്ലെയ്സ്തനിസ്. ക്ലെയ്സ്തനിസ് എന്ന് പറയുന്ന റോമിലെ ഭരണാധികാരി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഡെമോക്രാറ്റിക് സ്ട്രക്ചറിൻ്റെ ഒരു പ്രൈമറി യൂണിറ്റ് ആയിട്ട് അറിയപ്പെടുന്നത് ഫിലെ, ഡെമെ, തീറ്റസ്, മെഡിംനോയ്. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇതൊക്കെ എന്താണ്? ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ ടേംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഡെമെ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലെയ്സ്തനിസ് എസ്റ്റാബ്ലിഷ് ചെയ്ത ജനാധിപത്യപരമായിട്ടുള്ള സ്ട്രക്ചറിൻ്റെ ഏറ്റവും പ്രൈമറി യൂണിറ്റ് ഡെമെ എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ്, മാർക്സിസ്റ്റ് എക്ലെക്റ്റിസിസം perspective regarding the decline of feudalism was put forward by. Marxist eclecticism perspective, ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ആ ഒരു മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള തിയറി കൊണ്ടുവന്നത് ആരാണ്? മോറിസ് ഡോബർ, പെറി ആൻഡേഴ്സൺ, റിഡ്നി ഹിൽട്ടൺ, പോൾ സീസി. ഫ്യൂഡലിസം ഡിക്ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ, ഹിസ്റ്റോറിയൻസിൻ്റെ അഭിപ്രായങ്ങൾ, അതിൽ മാർക്സിസ്റ്റ് എക്ലെക്റ്റിസിസം പെർസ്പെക്റ്റീവ് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഇതാരാണ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. പെറി ആൻഡേഴ്സൺ ആണ്. ആരാണ്? പെറി ആൻഡേഴ്സൺ ആണ്. ഓക്കെ, പെറി ആൻഡേഴ്സൺ. നെക്സ്റ്റ്, സീരീസ് ഓഫ് ബയോഗ്രഫീസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഫ്യൂഡലിസം പറഞ്ഞപ്പോൾ ഫ്യൂഡൽ സൊസൈറ്റി എന്ന് പറയുന്ന കൃതി എഴുതിയ ആളാരാണ്? ചരിത്രകാരനാരാണ്? മാർക്ക് ബ്ലോക്ക് ആണ്. ഫ്യൂഡൽ സൊസൈറ്റി എക്സാമിന് ചോദിക്കാറുണ്ട്. മാർക്ക് ബ്ലോക്കിനെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫ്യൂഡൽ സൊസൈറ്റി എന്ന് പറയുന്ന കൃതി എഴുതിയത് മാർക്ക് ബ്ലോക്കാണ്. ഇനി സീരീസ് ഓഫ് ബയോഗ്രഫീസ് ഓഫ് റെനൈസൻസ് ആർട്ടിസ്റ്റ് ആൻഡ് ദെയർ സ്റ്റൈൽസ് ഡെപിക്റ്റഡ് വർക്ക് ലൈവ്സ് ഓഫ് ആർട്ടിസ്റ്റ്. ലൈവ്സ് ഓഫ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലൈവ്സ് ഓഫ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലെ കണ്ടന്റ് എന്താണ്? സീരീസ് ഓഫ് ബയോഗ്രഫീസ് ഓഫ് റെനൈസൻസ് ആർട്ടിസ്റ്റ്. റെനൈസൻസ് നവോത്ഥാന കാലത്തെ കലാകാരന്മാരുടെ ബയോഗ്രഫികളും അവരുടെ സ്റ്റൈലിനെ കുറിച്ചും പറയുന്ന പുസ്തകമായിട്ടുള്ള ലൈവ്സ് ഓഫ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? ലോൺ ബാറ്റിസ്റ്റ ആൽബർട്ടി, ജോർജിയോ വെസാരി, ലിയാനാർഡോ ഡാവിഞ്ചി ആൻഡ് മൈക്കൽ ആഞ്ചലോ. ആരാണ്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ജോർജിയോ വെസാരി ആണ്
ഇങ്ങനെ ഒരു ലൈവ്സ് ഓഫ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. റെനെ ഡെസ്കാർട്ടസ്, വോൾട്ടെയർ, തോമസ് ഹോബ്സ്, ആഡം സ്മിത്ത്. ഓക്കെ, ഹിസ്റ്റോറിയോഗ്രാഫി ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. റെനെ ഡെസ്കാർട്ടസ്, വോൾട്ടെയർ, തോമസ് ഹോബ്സ്, ആഡം സ്മിത്ത് ഇവരുടെ കൃതികളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ റെനെ ഡെസ്കാർട്ടസ് ഓതർ ചെയ്തിട്ടുള്ള പുസ്തകം ഏതാണ്? നമ്മൾ ചുരുക്കി ഡിസ്കോഴ്സസ് ഓൺ മെത്തേഡ് എന്ന് പറയും അല്ലേ. ഡിസ്കോഴ്സസ് ഓൺ മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫിലോസഫി എന്ന് പറയുന്ന കൃതി എഴുതിയത് റെനെ ഡെസ്കാർട്ടസ്. കാർട്ടീസിയാനിസം, അദ്ദേഹത്തിൻ്റെ തിയറിയാണ് നമ്മൾ കാർട്ടീസിയാനിസം എന്ന് പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഡിസ്കോഴ്സസ് ഓൺ മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹിസ്റ്ററി. അതുപോലെ വോൾട്ടെയറിൻ്റെ വർക്കാണ് ഇത്. വോൾട്ടെയറിൻ്റെ വർക്ക് ഏതാണ് വരുന്നത്? കാൻഡിഡ്. ദ കാൻഡിഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് വോൾട്ടെയർ ആണ്. വോൾട്ടെയറിന് വേറെയും ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, ആ പുസ്തകങ്ങൾ പഠിക്കുക. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്തത് തോമസ് ഹോബ്സിൻ്റെ വർക്ക് ഏതാണ്? ലെവിയാത്തൻ. ഇതും കുറേ പേർക്ക് അറിയുന്നതായിരിക്കും, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന തോമസ് ഹോബ്സ് എഴുതിയിട്ടുള്ള വർക്കാണ് ലെവിയാത്തൻ. അതുപോലെ ആഡം സ്മിത്ത് എഴുതിയിട്ടുള്ള വർക്കാണ് തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ്. തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, ഈ പുസ്തകങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. റെനെ ഡെസ്കാർട്ടിനെ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, തോമസ് ഹോബ്സിനൊക്കെ ഗൂഗിൾ ചെയ്യുക. അവരുടെ മറ്റ് പുസ്തകങ്ങളും കൂടെ പഠിക്കുക. അവരുടെ പ്രധാനപ്പെട്ട ഐഡിയോളജി എന്തായിരുന്നു എന്നുള്ളതും കൂടെ പഠിക്കാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, author of Studies in the Development of Capitalism. Author of Studies in the Development of Capitalism. ആരാണ് എഴുതിയിട്ടുള്ളത്? മോറിസ് ഡോബ്, ഇമ്മാനുവൽ വാലൻസ്റ്റീൻ, ക്രിസ്റ്റഫർ ഹിൽ, കാൾ മാർക്സ്. സ്റ്റഡീസ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ. മോറിസ് ഡോബ് എഴുതിയിട്ടുള്ള വർക്കാണ് സ്റ്റഡീസ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തെക്കുറിച്ച് സ്റ്റഡീസ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന വർക്ക് എഴുതിയത് മോറിസ് ഡോബാണ്. കാൾ മാർക്സിൻ്റെ കൃതി ഏതാണ്? ദാസ് ക്യാപിറ്റലാണ്. ഓക്കെ, മൂലധനം. ദാസ് ക്യാപിറ്റലാണ് ആരെഴുതിയിട്ടുള്ളത്? കാൾ മാർക്സ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ഗിറൗണ്ടിസ്റ്റ്. They hailed from district of Gironde. They were weakened by trial and execution of king in 1793. They had a majority in the Legislative Assembly in 1793. In 1792, Page, Minister of War, left the Jacobin side and joined the Groundist group. ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇൻ 1792 പാച്ച് ദ മിനിസ്റ്റർ ഓഫ് വാർ ലെഫ്റ്റ് ദ ജാക്കോബിൻ സൈഡ് ആൻഡ് ജോയിൻഡ് ദി ഗ്രൗണ്ടിസ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്. അതുപോലെ നമ്മുടെ PDF ബാച്ചിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്